പ്രൈസ് ദ ലോർഡ്. വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തതിൻ്റെ കാര്യം എന്താണ്? പലപ്പോഴും പലരും പറയാറുണ്ട്, വായിക്കുന്നുണ്ടെങ്കിലും വചനം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മനസ്സിലാകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചവരാകണമെന്നില്ല. ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പറ്റും, പക്ഷേ ഫലമുളവാകണമെങ്കിൽ ക്രിസ്തു പ്രസംഗിക്കപ്പെടുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു ഭരമേൽക്കണം. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ജീവിതം മനോഹരമായി കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ സാഹചര്യങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇപ്പം കൃഷി ചെയ്യാൻ അറിയാവുന്നവന് അറിയാം എപ്പോഴാണ് നനയ്ക്കേണ്ടത്, എപ്പോഴാണ് വളമിടേണ്ടത്, എപ്പോഴാണ് ചോട് കിളയ്ക്കേണ്ടത് എന്നൊക്കെ അവന് അറിയാം. അതനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യണം. എപ്പോഴാണ് നമ്മൾ സംസാരിക്കേണ്ടത്, എപ്പോഴാണ് സംസാരിക്കാതിരിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈശോയുമായിട്ടുള്ള ബന്ധത്തിലാണ്. അല്ലെങ്കിൽ നമ്മൾ ഈശോയുമായിട്ടുള്ള ബന്ധപ്പെട്ടിൽ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നാൽ നമുക്കത് ഫലമുണ്ടാകണമെന്നില്ല. ചില സമയത്ത് നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. ഒരു സഹോദരൻ പറഞ്ഞു, 3 മണിക്കൂറോളം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ കർത്താവ് അവനോട് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല അത്രേ. അപ്പോഴെങ്ങനെയാണത് ശരിയാവുക? ഒരു സ്ഥലത്തേക്ക് തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ക്രിസ്തു ദർശനമുണ്ടാകുക, ക്രിസ്തുവിൻ്റെ സംസാരം നമ്മൾ കേൾക്കുക? അപ്പോൾ ഈശോ സംസാരിക്കുന്നത് കേൾക്കുവാനും കൂടി നമ്മൾ അവസരം ഉണ്ടാക്കണം. അപ്പോൾ മാത്രമാണ് ജീവിതം അനുഗ്രഹപ്രദമാകുക. അങ്ങനെ ഒരു കൃപാജീവിതം ലഭിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.